എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളെ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് +1 ബോട്ടണിയിലെ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. കഴിഞ്ഞ 9 വീഡിയോകളിലായി +1 ബോട്ടണിയിലെ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുവരെയുള്ള എൻ്റെ ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്, കാണുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ വിശദമായി ചർച്ച ചെയ്യാം. ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ റെസ്പിറേഷൻ പ്ലാന്റ്സ്, ഗ്ലൈക്കോളിസിസ്, ഫെർമെന്റേഷൻ, aerobic respiration, tricarboxylic acid cycle, ETS and oxidative phosphorylation. Glycolysis or EMP pathway. ഗ്ലൂക്കോസ് വിഘടിച്ച് 2 മോളിക്യൂൾ പൈറുവിക് ആസിഡ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് എന്നറിയപ്പെടുന്നത്. ഗ്ലൈക്കോളിസിസ് കണ്ടുപിടിച്ചത് ഗസ്റ്റാവ് എംബഡൻ, ഓട്ടോ മേർഹോഫ് ആൻഡ് ജെ പാർനാസ്. അതുകൊണ്ട് ഗ്ലൈക്കോളിസിസിനെ EMP പാത്വേ എന്നാണ് വിളിക്കുന്നത്. ഗ്രീക്ക് വേർഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്ലൈക്കോസ് ഷുഗറിനെയും ലിസിസ് സ്പ്ലിറ്റിങ്ങിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഇൻ അനേറോബിക് ഓർഗാനിസംസ് ഇറ്റ് ഈസ് ദ ഓൺലി പ്രോസസ് ഇൻ റെസ്പിറേഷൻ. അവായു ശ്വസനത്തിന്റെ ഭാഗമായിട്ടുള്ള ജീവികളിലെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതാണ് ഒരേ ഒരു പ്രോസസ്സ് റെസ്പിറേഷൻ ആയിട്ടുള്ളത്. ഗ്ലൈക്കോളിസിസ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ സെൽ ആൻഡ് ഈസ് പ്രസന്റ് ഇൻ ഓൾ ലിവിംഗ് ഓർഗാനിസംസ്. ശരിക്കും ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. മാത്രമല്ല, ഈ പറയുന്ന ഗ്ലൈക്കോളിസിസ് ആണ് അനേറോബിക് റെസ്പിറേഷനിലും എയറോബിക് റെസ്പിറേഷനിലും കോമൺ സ്റ്റെപ്പായി കണക്കാക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് ഗ്ലൂക്കോസ് അണ്ടർഗോസ് പാർഷ്യൽ ഓക്സിഡേഷൻ ടു ഫോം 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ്. 6 കാർബണാറ്റമുള്ള ഗ്ലൂക്കോസ് വിഘടിച്ച് 3 കാർബണാറ്റമുള്ള പൈറുവിക് ആസിഡ് ആയി മാറുന്ന പ്രക്രിയയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ്. ഇവിടെ ഗ്ലൈക്കോളിസുമായിട്ട് ബന്ധപ്പെട്ട 10 സ്റ്റെപ്പുകൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഈ സ്റ്റെപ്പുകൾ ഓരോന്നും നോക്കാം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഈ സമയത്ത് ATP ഉപയോഗിക്കപ്പെടുകയാണ്. അങ്ങനെ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഐസോമേഴ്സ് ആണ്. ഇനി ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് ആയിട്ട് മാറുമ്പോഴും ATP യൂട്ടിലൈസ് ചെയ്യാണ്. ഇവിടെ 2 സ്റ്റെപ്പുകളാണ് ATP യൂട്ടിലൈസ് ചെയ്തതായി കണ്ടത്. ഫ്രക്ടോസ് 1,6 ബിസ് ഫോസ്ഫേറ്റ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്, ട്രയോസ് ഫോസ്ഫേറ്റുകളായി മാറുകയാണ്. ഒരു ട്രയോസ് ഫോസ്ഫേറ്റിനെ ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് എന്ന് പറയും, PGIL. മറ്റൊരു ട്രയോസ് ഫോസ്ഫേറ്റിനെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്നും പറയും, DHAP. ഇത് രണ്ടും റിവേഴ്സിബിൾ റിയാക്ഷനിൽ വരുന്ന കോമ്പൗണ്ടുകളാണ്. എങ്കിലും റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റിൽ നിന്നാണ്, PGIL നിന്നാണ്. അങ്ങനെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അതിന്റെ ഭാഗമായി അടുത്ത സ്റ്റെപ്പില് PGIL 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായിട്ട് മാറുകയാണ്. ഈ സമയത്ത് PGIL ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും അതിൽ നിന്ന് ഇലക്ട്രോൺസ് പ്രോട്ടോൺസും നീക്കം ചെയ്യപ്പെടുകയാണ്. അങ്ങനെ NAD റെഡ്യൂസ് ചെയ്യുകയാണ്. NAD NADH+H+ ആയിട്ട് മാറുകയാണ്. അടുത്ത സ്റ്റെപ്പില് 1,3 ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായിട്ട് മാറുന്നു. അവിടെ ATP പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ 3 ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് മാറുന്നു. പിന്നീട് ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേഷൻ നടന്ന് 2 ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആയിട്ട് മാറുകയാണ്. ഇതെല്ലാം 3 കാർബൺ കോമ്പൗണ്ടുകളാണ്. ലാസ്റ്റ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് പൈറുവിക് ആസിഡായിട്ട് മാറുകയാണ്. അവിടെയും ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സ്റ്റെപ്പുകളാണ് ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ റിയാക്ഷനിൽ PGL നിന്നാണ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ട്രയോസ് ഫോസ്ഫേറ്റ് വീണ്ടും PGL ആയി മാറിയതിനു ശേഷം അവിടുന്ന് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പൈറുവിക് ആസിഡ് മോളിക്യൂൾസിന്റെ എണ്ണം 2 ആണ്. ഒരു പ്രാവശ്യം മാത്രമാണ് റിയാക്ഷൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്ലൈക്കോളിസിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൈറുവിക് ആസിഡിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അടുത്തായി കാണാനായിട്ടുള്ളത്. ഇൻ ഡിഫറെന്റ് സെൽസ് പൈറുവിക് ആസിഡ് ഹാൻഡിൽഡ് ഇൻ 3 ways. അതായത് പൈറുവിക് ആസിഡ് ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ, ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, എയറോബിക് റെസ്പിറേഷൻ ക്രബ് സൈക്കിളിന്റെ ഭാഗമായുള്ള ഒരു പ്രക്രിയയാണ്. ഇങ്ങനെയുള്ള 3 ഘട്ടങ്ങളിലേക്ക് പൈറുവിക് ആസിഡ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആദ്യം ഫെർമെന്റേഷൻ. ഇറ്റ് ഈസ് ദ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് അണ്ടർ അനേറോബിക് കണ്ടീഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ മെനി പ്രോകാരിയോട്സ് ആൻഡ് യൂണിസെല്ലുലാർ യൂക്കാരിയോട്സ്. ശരിക്കും ഗ്ലൂക്കോസിന്റെ ഇൻകംപ്ലീറ്റ് ഓക്സിഡേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കാരണം ഓക്സിജന്റെ ആബ്സെൻസിൽ മാത്രമാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, PGIയിൽ നിന്ന് 1,3-ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡായിട്ട് മാറുന്ന ആ സ്റ്റെപ്പിൽ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മിക്കവാറും പ്രോകാരിയോട്സിലും യൂണിസെല്ലുലാർ യൂക്കാരിയോട്സിലും മാത്രമായിട്ടാണ് ഫെർമെന്റേഷൻ നടക്കുന്നതായി കാണുന്നത്. ഫെർമെന്റേഷൻ 2 വിധത്തിലാണ്. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ആൽക്കഹോളിക് ഫെർമെന്റേഷൻ എന്താണ്? ഓക്സിജന്റെ അഭാവത്തിൽ ഈസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഈഥൈൽ ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ ഓക്സിജന്റെ അഭാവത്തിൽ ലാക്ടോബാസിലസിന്റെ സാന്നിധ്യത്തിൽ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നു. Alcoholic fermentation. Here the pyruvic acid formed from glucose is converted to carbon dioxide and ethanol. The enzyme pyruvic acid decarboxylase alcohol dehydrogenase catalyze these reactions. Example yeast. ഈസ്റ്റിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ എഥനോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാവുകയാണ്. ഈസ്റ്റ്സ് poison themselves to death when the concentration of alcohol reaches about 13%. 13% ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ആകുമ്പോൾ ഈസ്റ്റ് സെൽസിന്റെ ഡെത്ത് അല്ലെങ്കിൽ പോയ്സണിങ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ റിമൂവ് ചെയ്യുന്നതായിട്ട് വരികയാണ്. ലാക്റ്റിക് ആസിഡ് ഫെർമെന്റേഷൻ. ഹിയർ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. ഇതിനെ സഹായിക്കുന്ന ബാക്ടീരിയകളാണ് ലാക്ടോബാസിലസ്. ഇൻ എനിമൽസ്, when oxygen is inadequate during exercise, pyruvic acid in muscle cells is reduced to lactic acid by lactate dehydrogenase. സാധാരണഗതിയിൽ ലാക്ടോബാസിലസിന്റെ പ്രസൻസിലാണ് ലാക്റ്റിക് ആസിഡ് ഫോം ചെയ്യുന്നതെങ്കിൽ എനിമൽ സെൽസിലെ യൂക്കാരിയോട്ടിക് സെൽസിലെ സ്ട്രിനിയസ് എക്സർസൈസിന്റെ ഭാഗമായി ഓക്സിജന്റെ അപര്യാപ്തത അനുഭവപ്പെടുകയാണ്. ഈ സമയത്ത് മസിൽ സെൽസിലെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇവിടെ ലാക്റ്റിക് ആസിഡും എഥനോളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാറ്റിക് സ്കെച്ച് കൊടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഗ്ലൂക്കോസിൽ നിന്ന് പൈറുവിക് ആസിഡ് ഫോം ചെയ്യുന്നത്? സിമ്പിൾ ഡയഗ്രമാറ്റിക് സ്റ്റെപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ പൈറുവിക് ആസിഡിൽ നിന്നാണ് ലാക്റ്റിക് ആസിഡും എഥനോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നത്. അവിടെയെല്ലാം NADH യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ NADHന് ഓക്സിഡേഷൻ നടക്കുകയാണ്. അങ്ങനെയാണ് ഇവിടെ ഫെർമെന്റേഷനെ സഹായിക്കുന്നത്. ഈ പ്രക്രിയയിലെ നെറ്റ് ഗെയിൻ ഓഫ് ATP എന്ന് പറയുന്നത് 2 ആണ്. എയറോബിക് റെസ്പിറേഷൻ. ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് എയറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് വിത്തിൻ മൈറ്റോകോൺട്രിയ. The product of glycolysis, pyruvate, is transported from cytoplasm into mitochondria. Aerobic respiration മുഖ്യമായും മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. First step of oxidation of pyruvic acid. In mitochondrial matrix, pyruvate undergoes
oxidative decarboxylation by pyruvic dehydrogenase. The reactions require the participation of several coenzymes including NAD and coenzyme A. ഇവിടെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പൈറുവിക് ആസിഡ്, കോഎൻസൈം, NAD ഇതെല്ലാം ഉപയോഗപ്പെടുത്തി അസറ്റൈൽ കോഎൻസൈം 2 കാർബണാറ്റമുള്ള ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുകയാണ്. ഇതിനോടുകൂടെ കാർബൺ ഡൈ ഓക്സൈഡും NADHും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നത് മഗ്നീഷ്യം അയോൺസിൻ്റെയും പൈറുവേറ്റ് ഡീഹൈഡ്രോജനസിൻ്റെയും സാന്നിധ്യത്തിലാണ്. 2 അസറ്റൈൽ കോൻസൈം മോളിക്കുളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. കാരണം 2 പൈറുവിക് ആസിഡിൽ നിന്നാണല്ലോ റിയാക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് 2 അസറ്റൈൽ കോൻസൈമെ ഫോം ചെയ്യുന്നു. During this process, 2 molecules of NADH are produced from the metabolism of 2 molecules of pyruvic acid. The acetyl coenzyme then enters a cyclic pathway, tricarboxylic acid cycle, അല്ലെങ്കിൽ Krebs cycle, after the scientist Hans Krebs who first elucidated it. അപ്പോൾ Krebs cycle കണ്ടുപിടിച്ചത് ഹാൻസ് ക്രബ് ആണ്. ഈ Krebs സൈക്കിളിലേക്കാണ് അസറ്റൈൽ കോൻസൈമെ എൻ്റർ ചെയ്യുന്നത്. ഫർദർ റിയാക്ഷൻസ് Krebs സൈക്കിളിലാണ് കാണാൻ കഴിയുക. മൈറ്റോകോൺഡ്രിയൽ വെച്ച് പൈറുവിക് ആസിഡ് അസറ്റൈൽ കോൻസൈമായി മാറിയതിനു ശേഷമാണ് Krebs സൈക്കിളിലേക്ക് കടക്കുന്നത്. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, TCA സൈക്കിൾ എന്നും ഇതിനെ പറയാറുണ്ട്. The TCA cycle starts with the condensation of acetyl coenzyme with oxaloacetic acid and water to yield citric acid. ഇവിടെ അസറ്റൈൽ കോൻസൈമ് 2 കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ്. ഓക്സലോ അസറ്റിക് ആസിഡ് 4 കാർബണാറ്റമുള്ള കോമ്പൗണ്ടാണ്. ഇവിടെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുകയാണ്. സിട്രേറ്റ് സിന്തേസിന്റെ പ്രസൻസിലെ റിയാക്ഷൻ നടന്നതിന് ശേഷം സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫോളോഡ് ബൈ 2 successive steps of decarboxylation leading to the formation of alpha keto glutaric acid and then succinyl coenzyme. ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തതിനു ശേഷം അടുപ്പിച്ച് 2 സ്റ്റെപ്പുകളിലെ കാർബൺ ഡയോക്സൈഡ് എലിമിനേഷൻ, കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയാണ്. ഇതിനെ ഡീകാർബോക്സിലേഷൻ എന്നാണ് പറയുക. അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലുട്ടാറിക് ആസിഡും പിന്നീട് സക്സിനൈൽ കോൻസൈമ് ഉണ്ടാവുകയുമാണ്. Krebs സൈക്കിളിന്റെ വിശദമായിട്ടുള്ള രൂപം ചിത്രത്തിന്റെ സഹായത്താൽ പഠിക്കാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നു. ആ കണ്ടൻസേഷൻ റിയാക്ഷന്റെ ഭാഗമായി ഉണ്ടാകുന്ന സിട്രിക് ആസിഡ് 6 കാർബണാറ്റമുള്ള ഒരു കോമ്പൗണ്ടാണ്. അവിടെ ഡീകാർബോക്സിലേഷൻ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ NAD റിഡ്യൂസ് ചെയ്ത് NADH ഫോം ചെയ്തിരിക്കുന്നതും ഇവിടെ കാണാൻ കഴിയും. അങ്ങനെ ആൽഫ കീറ്റോ ഗ്ലുട്ടാറിക് ആസിഡ് ഫോം ചെയ്യുന്നു. തുടർന്ന് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. അവിടെയും NAD റിഡ്യൂസ് ചെയ്ത് NADH+H+ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ സക്സിനൈൽ കോൻസൈമാണ് അവിടെ ഉണ്ടാകുന്നത്. തുടർന്നാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷന്റെ ഭാഗമായി സക്സിനിക് ആസിഡ് ഫോം ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല എങ്കിലും ആൽഫ കീറ്റോ ഗ്ലുട്ടാറിക് ആസിഡിന്റെയും സക്സിനിക് ആസിഡിന്റെയും ഇടയിൽ സക്സിനൈൽ കോൻസൈമെ ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ സക്സിനൈൽ കോൻസൈമിൽ നിന്ന് സക്സിനിക് ആസിഡ് ഉണ്ടാകുന്ന ആ സ്റ്റെപ്പില് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സ്റ്റെപ്പിനെ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ഈ സക്സിനിക് ആസിഡിൽ നിന്ന് പിന്നീട് മാലിക് ആസിഡ് ഫോം ചെയ്യുകയാണ്. സക്സിനിക് ആസിഡ് ആണെങ്കിലും മാലിക് ആസിഡ് ആണെങ്കിലും 4 കാർബണാറ്റമുള്ള കോമ്പൗണ്ടുകളാണ്. ഈ സ്റ്റെപ്പിലും FAD റിഡ്യൂസ് ചെയ്ത് FADH2 ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ മാലിക് ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓക്സലോ അസറ്റിക് ആസിഡ് ഉണ്ടാവുകയാണ്. അവിടെയും NAD റിഡ്യൂസ് ചെയ്ത് NADH+H+ ഫോം ചെയ്യുന്നു. ഇങ്ങനെ ആ സൈക്കിള് പൂർത്തിയാവാണ്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ സംയുക്തത്തിന്റെയും കാർബണാറ്റം എത്രയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നതും എവിടെയെല്ലാം ATP
NADH, FADH ഉണ്ടായതും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. Which step of Krebs cycle substrate level phosphorylation occurs? തൊട്ടു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, സക്സിനൈൽ കോൻസൈമെ സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്ന ആ സ്റ്റെപ്പിലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ GTP സിന്തസിസ് നടക്കുന്നതായി കാണുന്നത്. ഇതിനെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. At 3 sites in cycle where NAD plus is reduced to NADH plus H plus and 1 point where FAD is reduced to FADH2. 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ NAD റെഡ്യൂസ് ചെയ്ത് NADH ഫോം ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമാണ് FAD FADH2 ആയിട്ട് മാറുന്നത്. അപ്പോൾ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ നടക്കുന്ന ക്രബ്സ് സൈക്കിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ചുരുക്കി ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷനിൽ ഇക്വേഷൻ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. ഇനി മറ്റൊന്ന്, ഇവിടെ എത്ര മോളിക്കൂളാണ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ പൈറുവേറ്റ് ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ പൈറുവേറ്റിന്റെ ഓക്സിഡേഷന്റെ ഭാഗമായി ഫോം ചെയ്തത്? കാരണം ഒരു പൈറുവിക് ആസിഡ് മോളിക്കൂളാണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെങ്കിൽ നടക്കുന്ന NADH-ന്റെയും FADH-ന്റെയും ATP-യുടെയും കണക്കാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ യഥാർത്ഥത്തിൽ 2 പൈറുവിക് ആസിഡാണ് റിയാക്ഷനിലേക്ക് വരുന്നത്. 2 അസറ്റൈൽ കോൻസൈമാണ് സൈക്ലിക് റിയാക്ഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ NADH 8 മോളിക്യൂൾസ്, FADH 2 മോളിക്യൂള്, GTP 2 മോളിക്യൂള്, അങ്ങനെ ATP നെറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ഇവിടെ 36 ആണ്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ദ മെറ്റബോളിക് പാത്വേ ത്രൂ വിച്ച് ഇലക്ട്രോൺ പാസസ് ഫ്രം one carrier to another is called electron transport system, ETS. It is present in inner mitochondrial membrane. ഇവിടെ ഇലക്ട്രോൺസ് ഒരു കാരിയറിൽ നിന്ന് അടുത്ത കാരിയറിലേക്ക് പാസ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ മൂവ്മെന്റിനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കാണുന്നത് മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പൊതുവെ വരുന്ന 5 കോംപ്ലക്സുകളുടെ പേരുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. കോംപ്ലക്സ് 1 NADH ഡീഹൈഡ്രോജനേസ്, കോംപ്ലക്സ് 2 FADH2, കോംപ്ലക്സ് 3 സൈറ്റോക്രോം BC1, കോംപ്ലക്സ് 4 സൈറ്റോക്രോം C ഓക്സിഡൈസ്, കോംപ്ലക്സ് 5 ATP സിന്തേസ്. ഇങ്ങനെ 5 കോംപ്ലക്സിലൂടെയാണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പൂർത്തിയാവുന്നത്. ഇവിടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ സിമ്പിളായി കാണിച്ചിരിക്കുന്നു. അതായത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ എങ്ങനെയാണ് പ്രോട്ടോണുകൾ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ATP സിന്തസിസ് നടക്കുന്നത്, ഇത് കാണിക്കുന്ന ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആദ്യം NADH ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഈ പ്രക്രിയ മൈറ്റോകോൺഡ്രിയയുടെ ഇന്നർ മെംബ്രെയിനിലാണ് നടക്കുന്നത്, കോംപ്ലക്സ് 1ലാണ് നടക്കുന്നത്. ആ ഇലക്ട്രോൺസ് NADH നിന്ന് മാറ്റപ്പെടുമ്പോൾ യൂബിക്വിനോണിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതുപോലെ തന്നെ യൂബിക്വിനോൺ മറ്റൊരു സ്ഥലത്തു നിന്നും ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നുണ്ട്. FADH2 കോംപ്ലക്സ് 2 എന്നാണ് അതിനെ വിളിക്കുന്നത്. ദാറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂറിംഗ് ദ ഓക്സിഡേഷൻ ഓഫ് സക്സിനേറ്റ് ഇൻ സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള ആ പ്രക്രിയയിലാണ് ഈ പറയുന്ന FADH2 ഉണ്ടാകുന്നത്. അങ്ങനെ FADH2യുടെ ഓക്സിഡേഷൻ നടത്തപ്പെടുകയാണ്. ദ റെഡ്യൂസ്ഡ് യൂബിക്വിനോൺ ഈസ് ദെൻ ഓക്സിഡൈസ്ഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ടു സൈറ്റോക്രോം C. സൈറ്റോക്രോം സിയിലേക്ക് ഇവിടെ നിന്ന് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഏതിലൂടെയാണ്? സൈറ്റോക്രോം BC1 കോംപ്ലക്സിലൂടെയാണ്. അതായത് കോംപ്ലക്സ് 3യിലൂടെയാണ് മൊബൈൽ കാരിയർ എന്നറിയപ്പെടുന്ന സൈറ്റോക്രോം സിയിലേക്ക് ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇത് പ്രധാനമായിട്ടും കോംപ്ലക്സ് 3യുടെയും 4ന്റെയും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഇതിലൂടെ കോംപ്ലക്സ് 4ലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. കോംപ്ലക്സ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോക്രോം C ഓക്സിഡൈസ് കോംപ്ലക്സ് കണ്ടെയ്നിങ് സൈറ്റോക്രോംസ് A and A3.
and 2 copper centers. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് 1, 2, 3, 4, 5 കാണാൻ കഴിയുന്നുണ്ട്. ഇതിലെ ഓക്സിഡേഷൻ റിഡക്ഷൻ സ്റ്റെപ്പുകളാണ് അല്ലെങ്കിൽ ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. കോംപ്ലക്സ് 1ൽ നിന്ന് അല്ലെങ്കിൽ കോംപ്ലക്സ് 1ലൂടെ 4 പ്രോട്ടോണുകൾ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോംപ്ലക്സ് 3ൽ നിന്ന് 4 പ്രോട്ടോണുകൾ ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് 4ലൂടെ 2 പ്രോട്ടോൺ പെയറുകൾ മാത്രമാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ 10 പ്രോട്ടോൺസ് ആണ് ഇന്റർമെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നതായി കാണുന്നത്. ഇതിന്റെ ഫലമായി പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ കൂടുകയാണ്. അങ്ങനെ ഈ പ്രോട്ടോണുകൾ മൈറ്റോകോൺഡ്രിയയുടെ മാട്രിക്സിലേക്ക് ഇന്നർ മെംബ്രെയിനിലുള്ള F0 F1 ചാനലിലൂടെ അല്ലെങ്കിൽ F0 ചാനലിലൂടെ മാട്രിക്സിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ പ്രോട്ടോണുകൾ ഒഴുകുന്ന സമയത്ത് ATP സിന്തേസ് എന്ന എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുകയും അവിടെ ADPയും ഇനോർഗാനിക് ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് ATP ഫോം ചെയ്യുകയുമാണ്. ഇതിനെയാണ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത്. ആ പ്രക്രിയ അവിടെ നടക്കുകയും ഇലക്ട്രോണുകൾ ഓരോ ഇലക്ട്രോൺ കാരിയേഴ്സിലൂടെ സഞ്ചരിച്ച് അങ്ങനെ 4ാമത്തെ കോംപ്ലക്സിന്റെ എൻഡിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്യുകയാണ്. അങ്ങനെ മെറ്റാബോളിക് വാട്ടർ ഫോം ചെയ്യുന്നു. ഇതിനെ ടെർമിനൽ ഓക്സിഡേഷൻ എന്നും പറയാറുണ്ട്. ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിന്റെ എൻഡിൽ സംഭവിക്കുന്നത്. പ്രോട്ടോൺ കോൺസെൻട്രേഷൻ ഇന്റർമെംബ്രെയിൻ സ്പേസിൽ കൂടുകയും മാട്രിക്സിൽ കുറവ് വരികയും ചെയ്യുന്ന ഇത്തരം സാഹചര്യത്തെ പ്രോട്ടോൺ ഗ്രേഡിയൻസ് എന്നാണ് പറയുന്നത്. തൽഫലമായാണ് പ്രോട്ടോണുകൾ മാട്രിക്സിലേക്ക് ഒഴുകുന്നത്. അങ്ങനെ F1 ഹെഡിൽ വെച്ചാണ് ATP സിന്തേസിന്റെ പ്രസൻസിലാണ് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഒരു Na ഡിജിറ്റ് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ 3 ATP ആണ് ഉണ്ടാകുന്നത്. ഒരു Fa ഡിജിറ്റ് ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ 2 ATP ആണ് ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ ഓക്സിജൻ ആണ് ഫൈനൽ ഹൈഡ്രജൻ അക്സെപ്റ്ററായി ആക്ട് ചെയ്യുന്നത്. In respiration, energy of oxidation reduction is utilized for phosphorylation. So this process is called oxidative phosphorylation. അപ്പോൾ ഈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ സൂചിപ്പിക്കുന്ന ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. F1 ഹെഡ് പീസ് എന്താണ്, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ റെസ്പിറേറ്ററി ബാലൻസ് ഷീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൈക്കോളിസിൽ ഉണ്ടാകുന്ന ATPയുടെ കണക്ക്, ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനിൽ അതായത് പൈറുവിക് ആസിഡിൽ നിന്ന് അസറ്റൈൽ കോൻസൈം ഉണ്ടാകുന്ന ആ സ്റ്റെപ്പിൽ, അതുപോലെ TCA സൈക്കിളിൽ, ഇങ്ങനെ എല്ലായിടത്തും ഫോം ചെയ്യുന്ന ATPയുടെ കണക്കാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 38 ATP ഉണ്ടാവുന്നുണ്ടെങ്കിലും 2 ATP molecules are spent for transporting 2 NADH molecules formed during glycolysis to the mitochondria. Hence, the net gain is 36 ATP molecules. 38 ATP ഉണ്ടാവുന്നുണ്ടെങ്കിലും 2 ATP molecules ട്രാൻസ്പോർട്ടിന് വേണ്ടി ചെലവാകുന്നുള്ളതുകൊണ്ട് നെറ്റ് ഗെയിൻ 36 ATP molecules എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ വിശദമായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. Glycolysis and Krebs cycle are the 2 important steps in aerobic respiration. Suggest where exactly in the cells these events takes place. Glycolysis cytoplasmil വെച്ച് നടക്കുന്നു. Krebs cycle mitochondrial. The second phase of aerobic respiration takes place within mitochondria. This phase is called TCA cycle. The different steps of this reaction were found out by a British biochemist who was awarded a Nobel Prize in 1953. Identify the scientist and name the first product of the reaction. Hans Krebs ആണ് കണ്ടുപിടിച്ചത്. സിട്രിക് ആസിഡ് എന്നാണ് ആ ഫസ്റ്റ് പ്രൊഡക്റ്റ്.
Write the first step of this reaction, why it is called TCA cycle. ഓക്സലോ അസറ്റിക് ആസിഡ് അസറ്റിൽ കോൺസൈമായി കമ്പൈൻ ചെയ്യുന്നു, അങ്ങനെ സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. സിൻസ് ഇറ്റ് ഹാസ് 3 COH ഗ്രൂപ്പ്, കാർബോക്സിലിക് ഗ്രൂപ്പ്, അതുകൊണ്ടാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഫ്രം വെയർ അസറ്റിൽ കോൺസൈമ് കംസ് ഇൻ ടു മൈറ്റോകോൺട്രിയ, എവിടെ നിന്നാണ് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തുന്നത്? സൈറ്റോപ്ലാസം. ഇൻ വിച്ച് സ്റ്റെപ്പ് FADH2 ഈസ് ഫോംഡ്? 5th സ്റ്റെപ്പ്, സക്സിനിക് ആസിഡ് ടു മാലിക് ആസിഡ്. നെക്സ്റ്റ്, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് Krebs cycle is given below with some omissions. Complete the diagram by filling the gaps. ഓരോന്നും നോക്കാം. ഓക്സലോഅസറ്റിക് ആസിഡ്, മാലിക് ആസിഡ്, ആൽഫ കീറ്റോഗ്ലൂട്ടാരിക് ആസിഡ് തുടങ്ങിയവ ഓരോ സ്ഥലങ്ങളിലും ഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. Where does the substrate level phosphorylation occur in Krebs cycle? During the formation of succinic acid അല്ലെങ്കിൽ conversion of succinyl coenzyme to succinic acid. അവിടെയാണ് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നതായി പറയുന്നത്. ഗ്ലൈക്കോളിസ് ഈസ് പ്രസന്റ് ഇൻ ഓൾ ഓർഗാനിസംസ് ആൻഡ് ഇറ്റ് ഈസ് ദ ഓൺലി പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ഇൻ എനൈറോബിക് ഓർഗാനിസംസ്. വാട്ട് ഈസ് ഗ്ലൈക്കോളിസിസ്? It is the breakdown of glucose into 2 molecules of pyruvic acid. Where does glycolysis occur? It is the partial oxidation takes place in cytoplasm of the cell. Cytoplasm വെച്ചാണ് glycolysis നടക്കുന്നത്. Glycolysis is a partial oxidation justified. It takes place in the absence of oxygen. ഓക്സിജന്റെ absence നടക്കുന്ന ഒരു പ്രോസസ്സാണ് glycolysis. Calculate the total number of ATP molecules synthesized in glycolysis by partial oxidation of 1 molecule of glucose. The net gain of ATP formed is 8 ATP molecules. 10 ATP molecules are produced, 2 ATP molecules are utilized. അതുകൊണ്ടാണ് 8 ATP എന്ന് പറയുന്നത്. 2 crucial events of aerobic respiration takes place in 2 parts of mitochondria. Locate the 2 parts and mention the 2 events in 1 or 2 sentences each. Matrix and inner membrane of mitochondria. ഇവിടെ വെച്ചാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്. The complete oxidation of pyruvate by stepwise removal of hydrogen atoms and leave 3 molecules of CO2 that takes place in matrix. ഇത്തരം പ്രോസസ്സ് നടക്കുന്നത് മാട്രിക്സിൽ വെച്ചാണ്. Oxidative phosphorylation and terminal oxidation occurs in inner membrane of mitochondria. അപ്പോൾ ഇവിടെ മാട്രിക്സിൽ വെച്ച് നടക്കുന്ന റിയാക്ഷനും ഇന്നർ മെമ്പറിൽ വെച്ച് നടക്കുന്ന റിയാക്ഷനും കണ്ടു കഴിഞ്ഞു. The following compounds are intermediate in glycolysis or in Krebs cycle. Write them in proper column of the table. Fructose 6-phosphate, citric acid, phosphoenol pyruvate, malic acid. ഇപ്പോൾ ഗ്ലൈക്കോളിസിസിലും Krebs cycleലും വരുന്നത് അവിടെ കൃത്യമായി കാണിച്ചിരിക്കുന്നു. Fill up the flow chart of glycolysis given below using the list of intermediary compounds given in the bracket. ഇവിടെ ചില ഇന്റർമീഡിയറ്റ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റുകളുടെ പേരുകൾ കൊടുത്തിരിക്കുന്നു. ഓരോന്നും കൃത്യമായ സ്ഥലങ്ങളിൽ ഫിൽ ചെയ്യുക. മുകളിൽ നിന്ന് താഴോട്ട് ക്രമത്തിൽ പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ്, 1,3 ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, 2-ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ്, ഫോസ്ഫോയിനോൾ പൈറുവിക് ആസിഡ് തുടങ്ങിയ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ടുകളാണ് അവിടെ ഫിൽ ചെയ്യേണ്ടത്. ഇത്രയും നേരം ഈ വീഡിയോ ക്ലാസ് കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ഭാഗങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങളുമായി അടുത്ത വീഡിയോ ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി.